നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഗാഗുൽത്താമലയിലെ കുരിശിൽ മരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണയ്ക്ക് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ ദൈവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ലഹരിയുടെ വ്യാപനം നാട്ടിൽ സമാധാനം തകർക്കുന്നെന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. അടിമാലി കുമളി ദേശീയപാത നവീകരണം പ്രധാന ടൗണുകൾക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത് 30 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ. തുടർച്ചയായി അവധി ദിവസങ്ങളെത്തിയതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത് മൂന്നാർ മറയൂർ റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും മൂന്നാർ ടൗണിലും. അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തുടർ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് താഴത്തെ കല്ലാറിൽ. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ പൂർണ്ണം. വിശദമായ വാർത്തകളിലേക്ക്. ഗാഗുൽത്താമലയിലെ കുരിശിൽ മരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണയ്ക്ക് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ ദൈവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാഗുൽത്താമലയിലെ കുരിശിൽ മരണം വരിച്ച യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസം നീണ്ട നോമ്പാചരണവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ ആഘോഷം. ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ശുഭകരമായ ഒരു ഉയർപ്പുണ്ടെന്ന വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. നന്മയ്ക്കും നീതിക്കുമായുള്ള ഒരു പോരാട്ടവും വെറുതെയാകില്ലെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലഹരിയുടെ വ്യാപനം നാട്ടിൽ സമാധാനം തകർക്കുന്നെന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. തോപ്രാങ്കുടി സെന്റ് മരിയ ഗുരേത്തി പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈസ്റ്റർ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും തിരുനാളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉത്ഥാനം ചെയ്ത ക്രിസ്തു എല്ലാവർക്കും സമാധാനമാണ് ആശംസിച്ചത്. എന്നാൽ എങ്ങും അസമാധാനം വർദ്ധിക്കുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന അസമാധാനത്തിന്റെ പ്രധാന കാരണം ലഹരിയാണ്. അതിന്റെ ഉപയോഗവും വിപണനവും ക്രമാനുഗതമായി വർദ്ധിച്ചു. ഭാവിയുടെ പ്രതീക്ഷയായ യുവജനങ്ങളും കൗമാരക്കാരും ഇതിന്റെ ഭാഗമാകുന്നു. കുടുംബങ്ങളിലും സമൂഹത്തിലുമെല്ലാം ഇത് കലഹവും അസമാധാനവും സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ദൈവത്തിൽ നിന്നും അകലുന്നവരാണ് ഇത്തരത്തിൽ അസമാധാനത്തിന്റെ വാഹകരായി മാറുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ മാത്യു പുതുപ്പറമ്പിൽ, ഫാദർ അമൽ മണിമലക്കുന്നേൽ, ഫാദർ അമൽ താണൂലിൽ, ഫാദർ പ്രിൻസ് പുളിയാങ്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. മനുഷ്യർ ഭൂമിയിൽ തീർത്ഥാടകരാണെന്നും പ്രത്യാശയോടെ ആ യാത്ര നടത്തണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ. ഇന്ന് മനുഷ്യൻ വഴിമുട്ടി നിൽക്കുന്നത് സഹനത്തിന്റെ മുൻപിലാണ്. ഈ സാഹചര്യത്തിൽ വിവിധങ്ങളായ സ്വാർത്ഥ ചിന്തകളിലേക്കും വ്യക്തി താൽപര്യങ്ങളിലേക്കും അല്പം സന്തോഷത്തിനായി മനുഷ്യൻ പോകുന്നു. നിരാശയിൽ തകർന്നു വീഴുന്ന ജീവിതങ്ങൾ ആത്മഹത്യയിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും നീങ്ങുകയാണ്. അതിൽ നിന്നും അകന്ന പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ഭൂമിയിൽ മനുഷ്യർ ചിലവഴിക്കണമെന്നും അദ്ദേഹം ഉയർപ്പ് തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്ഥാനം എന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. പൗലോസ്ലിഹയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. സുപ്രധാനമായ വിശ്വാസ സത്യം ആഴത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യനെന്ന് ഒരുപാട് പ്രതിസന്ധിയിലും ആശങ്കകളിലുമാണ്. നിരാശയിലും അപകടകരമായ
തിന്മകളിലേക്കുമൊക്കെ വഴുതിപ്പോകുന്ന ഒരു കാലത്ത് പ്രത്യാശയുടെ വലിയ സന്ദേശമാണ് സകല മനുഷ്യർക്കുമായി ഈശോയുടെ തിരുവുത്ഥാനം നൽകുന്നത്. മരണത്തെയും പീഡനങ്ങളെയും സഹനത്തെയും എല്ലാം അതിജീവിക്കുന്ന ഉത്ഥാനമെന്ന ആ രക്ഷാകര സത്യത്തെക്കുറിച്ച് ആഴമുള്ള ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യർ വഴിമുട്ടി നിൽക്കുന്നത് സഹനത്തിൻ്റെ മുമ്പിലാണ്, മരണത്തിന് മുമ്പിലാണ്. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നതോട് തന്നെ വിവിധങ്ങളായ സ്വാർത്ഥ ചിന്തകളിലേക്ക്, വ്യക്തി താല്പര്യങ്ങളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക് ഇത്തിരി സന്തോഷം കിട്ടാൻ വേണ്ടി മനുഷ്യൻ അകപ്പെട്ടു പോകുന്നുണ്ട്. നിരാശയിൽ തകർന്ന് വീഴുന്ന ജീവിതങ്ങൾ, ആത്മഹത്യയിൽ ഒടുങ്ങുന്ന ജീവിതങ്ങൾ, കുറ്റകൃത്യങ്ങളിൽ വ്യാപരിക്കുകയും കൊലപാതകങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന സമകാലിക പരിസരങ്ങൾ, ഇതെല്ലാം ഉത്ഥാന ചിന്തയിൽ നിഷ്പ്രഭമാകുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ തീർത്ഥാടകരാണെന്നുള്ള സത്യം തിരുവുത്ഥാനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര ഇവിടെ തീരാനുള്ളതല്ല, അത് നിത്യതയിലെത്തി യഥാർത്ഥ സൗഭാഗ്യത്തിലേക്ക് ചേരാനുള്ളതാണെന്നുള്ള വലിയ സന്ദേശമാണ് ഈശോ തരുന്നത്. സഹനവും മരണവും അന്ത്യമല്ല, മറിച്ച് അത് ഒരു കടന്നുപോകലാണ്, തുടർച്ചയാണ്, നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ്. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ അതനുസരിച്ചുള്ള വലിയ അനുഗ്രഹത്തിന്റെ വഴിയിലേക്കുള്ള വാതിലാണ് ഈശോമിശിഹായുടെ തുറക്കപ്പെട്ട കല്ലറ എന്ന സത്യം. അടിമാലി കുമളി ദേശീയപാത നവീകരണം പ്രധാന ടൗണുകൾക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്ക. 30 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. നിലവിൽ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നു എന്നതിൽ കൃത്യമായ വ്യക്തതയില്ല. അടിമാലി കുമളി ദേശീയപാത നവീകരണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 800 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സ്ഥലമേറ്റെടുപ്പിന് മാത്രം 484 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അടിമാലിയിൽ നിന്നും ആരംഭിക്കുന്ന നവീകരണം പ്രധാന ടൗണുകൾക്ക് ഭീഷണിയാവുമോ എന്നതാണ് ആശങ്ക. 30 മീറ്റർ വീതിയിലാണ് സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നത്. ഭാവിയിലെ വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇത് പ്രധാന ടൗണുകളിലേക്ക് എത്തുമ്പോൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടതായി വരും. കട്ടപ്പന അടക്കമുള്ള ടൗൺഷിപ്പുകളുടെ മുഖചിത്രം തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടേക്കാം. ബൈപ്പാസ് റോഡുകൾ ഉപയോഗിച്ച് പ്രധാന ടൗണുകളെ ഒഴിവാക്കുമെന്നതിൽ കൃത്യമായ വ്യക്തതകളില്ലാത്തതാണ് നിലവിലെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. നിലവിൽ തയ്യാറായി കിടക്കുന്ന സ്കെച്ച് അനുസരിച്ച് പാത കട്ടപ്പന ടൗണിലൂടെയാണ് കടന്നുപോകുന്നത്. ദേശീയപാത കടന്നു വരുന്നതോടുകൂടി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ദോഷം സംഭവിച്ചാലും വികസനത്തിന് വലിയ സംഭാവനകളാണ് ദേശീയപാത നവീകരണ വഴി ഉണ്ടാകുന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കട്ടപ്പന വഴി കടന്നു പോകുന്ന ദേശീയപാത അത് ബൈപ്പാസ് വഴിയാണോ അതോ ടൗൺ വഴിയാണോ പോകുന്നത് വ്യക്തതയായിട്ടില്ല. ടൗണിൽ വഴിയാണെങ്കിൽ 30 മീറ്ററിലാണ് ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടത്. അതിൽ 10 മീറ്റർ ടാറിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് 10 മീറ്റർ ടാറിങ്ങും 30 മീറ്റർ വീതിയും വരുമ്പോൾ തന്നെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതാണ്. മികച്ച വീതിയിലും ആധുനിക നിലവാരത്തിലുമുള്ള പാത നിരവധി പ്രദേശങ്ങളുടെ വികസനത്തിന് വഴിതെളിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടാകുന്ന ഉണർവ് പ്രധാന ടൗണുകളിലെ വിവിധ വ്യാപാരങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഗുണം ചെയ്യും. അതിവേഗം വളരുന്ന ഇടുക്കി ജില്ലയിലെ കൊച്ചു പട്ടണങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത വർദ്ധിക്കും. ചരക്ക് നീക്കമടക്കം വേഗത്തിൽ നടക്കുന്നു എന്നത് വ്യാപാര മേഖലയ്ക്കും വലിയ ഗുണകരമാണ്. ഒപ്പം സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി മറ്റ് ജില്ലകളെ ആശ്രയിക്കുന്ന ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർ പ്രധാനമായി വളർച്ച പ്രാപിക്കുന്ന കട്ടപ്പന അടക്കമുള്ള നഗരങ്ങളിലേക്ക് എത്തും. ഇതെല്ലാം ഒരു പാതയുടെ നവീകരണം വഴി ഒരു പ്രദേശത്തിന് ലഭിക്കുന്ന വികസനത്തിന്റെ ഉദാഹരണങ്ങളാണ്. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. മൂന്നാർ മറയൂർ റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും മൂന്നാർ ടൗണിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ല. ടൗണിൽ കുരുക്ക് മുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു. മധ്യവേനൽ അവധി ആരംഭിക്കുകയും തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തുകയും ചെയ്തതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വരവ് വലിയ തോതിൽ വർദ്ധിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വട്ടവട, മറയൂർ എന്നിവിടങ്ങളിലേക്കും മാട്ടുപ്പെട്ടി അടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിലേക്കും സഞ്ചാരികൾ വലിയ തോതിൽ എത്തുന്നുണ്ട്. എന്നാൽ തിരക്കേറുന്നതോടെ മൂന്നാർ ടൗണിലും മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും ഉണ്ടാകുന്ന തിരക്കാണ് പതിവ് പോലെ ഇത്തവണയും സഞ്ചാരികളെ വലയ്ക്കുന്നത്. ഗതാഗതക്കുരുക്കിലകപ്പെട്ട സഞ്ചാരികൾക്ക് ഉദ്ദേശിച്ച സമയത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാനും തിരികെ മടങ്ങാനും കഴിയാതെ വരുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാകാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു.
കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയപടിയാവുകയും ചെയ്യുന്നതായാണ് ആരോപണം. വരും ദിവസങ്ങളിൽ മൂന്നാർ പുഷ്പമേള കൂടി ആരംഭിക്കുന്നതോടെ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കേറുന്നതോടെ പതിവായി മൂന്നാർ ഗതാഗത കുരുക്കിൽ അമരുന്ന വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് അത് വലിയ തിരിച്ചടിയാകും. അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തുടർ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താഴത്തെ കല്ലാറിലാണ് കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ നടത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2018 പ്രളയത്തിൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു കല്ലാറിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 1,60 ലക്ഷം രൂപയും പള്ളിവാസൽ പഞ്ചായത്തിന്റെ 37 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ബലക്ഷയം വന്ന കെട്ടിടം പൊളിച്ചു നീക്കി മൺജോലികൾ നടത്തി. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ പൂർത്തീകരിച്ചു. ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതേസമയം കഴിഞ്ഞ മഴയിൽ നിർമ്മാണം നടന്നിരുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായി നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നതായും ഈ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. വൈകാതെ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവിടെ സംസ്ഥാന സർക്കാരിന്റെ NHM സ്റ്റേറ്റ് മിഷൻ 1,60 ലക്ഷം രൂപ അനുവദിക്കുകയും അതിനോടൊപ്പം അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചധികമായ തുക വേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 37 ലക്ഷം രൂപ ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ ആ PHSCയെ ഇപ്പോൾ നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആ PHSCയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു നിലയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സെപ്റ്റംബർ മാസത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ദേശീയപാതയോരത്ത് തന്നെയുള്ള പരിമിതമായ സൗകര്യമുള്ള മറ്റൊരു കെട്ടിടത്തിലാണ്. തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു. പുതിയ കെട്ടിടത്തിന്റെ ജോലികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനാകും. സഹോദരികൾക്കൊപ്പം കളിക്കുന്നതിനിടെ വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ 4 വയസ്സുകാരൻ മരിച്ചു. കാന്തല്ലൂർ പെരുമലയിൽ രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരവണശ്രീയാണ് മരിച്ചത്. ഇവർ പുതുതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്ത് 1 മീറ്റർ താഴ്ചയിൽ കുഴിയെടുത്തിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം കെട്ടിനിന്നു. വീടിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുന്നതിനിടയിൽ സഹോദരികളായ ജയശ്രീക്കും യുവശ്രീക്കുമൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ശരവണശ്രീയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ വെള്ളക്കെട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഉടൻ തന്നെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ ഈസ്റ്റർ ദിനത്തിൽ ഗ്രാമ്പി ഫാക്ടറി പടിക്കൽ കഞ്ഞിവെച്ച് സമരം നടത്തി. കഴിഞ്ഞ 5 മാസമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വണ്ടിപ്പെരിയാർ, ഗ്രാമ്പി, മഞ്ചുമല, നെല്ലിമല, പശുമല തുടങ്ങിയ പോപ്സ് എസ്റ്റേറ്റുകളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ട് 5 മാസം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് വിഷു, ഈസ്റ്റർ തുടങ്ങിയവയൊന്നും ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി ശമ്പളം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ വലിയ ദുരിതമാണ് നേരിടുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈസ്റ്റർ ദിനത്തിൽ ഗ്രാമ്പി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഫാക്ടറിക്ക് മുൻപിൽ കഞ്ഞിവെച്ച് സമരം സംഘടിപ്പിച്ചത്. INTUC-യുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. തോട്ടം തൊഴിലാളികളുടെ വീട്ടിലെ പട്ടിണി, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഈ ലോകം അറിയണം. ഇത് നമ്മുടെ വീട്ടിലെ പട്ടിണി നമ്മൾ മാത്രം അറിഞ്ഞ് നമ്മൾ വിഷമവും ദുഃഖവും സങ്കടവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് പോയാൽ അതൊട്ടും ശരിയാകില്ല. ഈ കഴിഞ്ഞ 4 മാസമായി ശമ്പളം നൽകാതെ 5ാമത് മാസം തോട്ടം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്ന വിവരം ഈ ഗവൺമെന്റ് അറിയണം, ഈ ലോകം അറിയണം, എല്ലാവരും അറിയണം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നേതാക്കളായ രാജൻ കുഴുവമ്മാക്കൽ, നജീബ് തെക്കുംകാട്ടിൽ, ഷാരി ബിനു ശങ്കർ, അലീസ് വാരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും ശമ്പളം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം.
156ാമത് അയ്യങ്കാളി സ്മരണയോടനുബന്ധിച്ച് KPMS ഉടുമ്പൻചോല യൂണിയൻ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം P. ദേവരാജ് ദേവസുധ ഉദ്ഘാടനം ചെയ്തു. സംഘടനയെ ശക്തിപ്പെടുത്തുക, ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംഘടനയുടെ വിവിധ വികസന പദ്ധതികളെ ചർച്ചാ വിഷയമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം P. ദേവരാജ് ദേവസുധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുടെയും അംബേദ്കറുടെയും ആശയങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറേണ്ട കാലം അതിക്രമിച്ചു. അതിനായി പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ അയ്യങ്കാളിയെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങൾ ഇന്നും തമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഈസ്റ്റർ ദിനമായിക്കൊണ്ട് ഇത്രയും നമ്മുടെ മെമ്പർമാരെങ്കിലും ഈ സഭയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അയ്യങ്കാളി നേതൃത്വം കൊടുത്തിട്ടുള്ള, അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ള സംഘടനയും താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ പോലും ഇത്രയും എന്റെ സഹോദരങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ബിജോ മുളകരമേട് അധ്യക്ഷനായിരുന്നു. PK രതീഷ് കുമാർ, KP സുരേഷ് കുമാർ, ബിജു കേശവൻ, ബാബു, സജിത ബിനു തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറിയും. കഴിഞ്ഞ ദിവസവും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര തുടർന്നു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറിയും. കഴിഞ്ഞ ദിവസവും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടന്നു. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു 2 യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ നടപടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് അധികൃതർ. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങൾ നടന്നു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആലുവ സെന്റ് ജോസഫ് സെമിനാരി പ്രൊഫസർ ഫാദർ രാജുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ശേഷമാണ് ദേവാലയത്തിൽ ഉയർപ്പിന്റെ ചടങ്ങുകൾ നടന്നത്. അങ്ങനെ ക്രിസ്തുവും ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെടുന്നവരെല്ലാം അവിടുത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുമാറാകട്ടെ. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അബിൻ വർഗീസ് ഈസ്റ്റർ ദിന സന്ദേശം നൽകി. നിരവധി വിശ്വാസികളും ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു. ഈസ്റ്റർ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബ്രദർ സ്റ്റാൻലി ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കിൽ, സഹവികാരി ഫാദർ ജോയൽ വള്ളിക്കാട്ട എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പീരുമേട് പാമ്പനാട്ടിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം ദിശാബോർഡിലേക്ക് ഇടിച്ചുകയറിയ അപകടം. വണ്ടിപ്പെരിയാർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. വയനാട്ടിൽ നടന്ന കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം തിരികെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിലേക്ക് വരികയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാമ്പനാറിന് സമീപം എത്തിയപ്പോൾ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. വാഹനത്തിൽ വള്ളക്കടവ് ചപ്പാത്ത് സ്വദേശി നവാസ്, ഭാര്യ ഫാത്തിമ, ഇവരുടെ കുട്ടികൾ തുടങ്ങി 5ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഫാത്തിമയുടെ കാലിന് പരിക്കേൽക്കുകയും മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. പാമ്പനാർ പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് വാഹനം റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ദിശാബോർഡിലേക്ക് ഇടിച്ചുകയറിയാണ് അപകടമുണ്ടായത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരും വാഹനയാത്രികരും ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പീരുമേട് പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും ഇടവക തിരുനാൾ ആഘോഷങ്ങൾക്കും ഏപ്രിൽ 22-ന് തുടക്കമാകും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പുതിയ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും.
2017 ഓഗസ്റ്റ് 15 ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കലാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 2018 പ്രളയവും പിന്നീടുണ്ടായ കോവിഡുമൊക്കെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചു. എങ്കിലും ഇടവക ജനങ്ങളുടെ ഒത്തൊരുമയിൽ കാലതാമസത്തെ അതിജീവിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 22 ചൊവ്വാഴ്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോസ് നരിത്തൂക്കിൽ പറഞ്ഞു. മുരിക്കാശ്ശേരി ഇടവയെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ദിവസങ്ങൾ കടന്നു പോവുകയാണ്. കഠിനാധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സാമ്പത്തിക മുതൽ മുടക്കിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി പണിതുയർത്തപ്പെട്ട ദൈവാലയം 2025 ഏപ്രിൽ മാസം 22 ഉച്ചകഴിഞ്ഞ് 2:30 അഭിമന്യ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്ന പിതാവ് വെഞ്ചരിക്കുകയാണ്. 2017 ആഗസ്റ്റ് മാസം 15 മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ തറക്കല്ലിട്ട ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2019 കൂടി ഉണ്ടായ പ്രളയത്തിൻ്റെയും തുടർന്ന കോവിഡ് മാരിയുടെയും ഒക്കെ ഫലമായിട്ട് അല്പം പുറകോട്ട് പോയെങ്കിൽ പോലും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഫലമായി പണി പൂർത്തീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നന്ദിയുമുണ്ട്. ഇതിവിടെ അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു. ഇടവക ജനം മാത്രമല്ല, ഇടവയ്ക്കകത്തും പുറത്തും വിദേശത്തുമുള്ള വൈദികർ, സന്യസ്തർ, ആത്മായ സഹോദരങ്ങൾ, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥമായ ആളുകൾ, അവിടെ എല്ലാം സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ദേവാലയം പൂർത്തിയാക്കുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഈ പ്രത്യേക കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. നന്ദി. 23 ഗ്രോട്ടോ വെഞ്ചരിപ്പ് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കലും കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകൾക്ക് സത്ന രൂപതാ മെത്രാൻമാർ ജോസഫ് കൊടകല്ലിലും നേതൃത്വം നൽകും. 24 ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേലിൽ നിന്നും ഡീക്കൻ കുര്യൻ കാരിശ്ശേരിയിൽ തിരുപ്പട്ടം സ്വീകരിക്കും. 25 കോതമംഗലം രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഇടവക തിരുനാളിന്റെ കൊടിയേറ്റുകർമ്മം നിർവഹിക്കും. 26, 27 തീയതികളിൽ നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ബെന്നോ പുതിയ പറമ്പിൽ, കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ജോസ് നരിത്തൂക്കിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സേവിയർ മേക്കാട്ട്, സണ്ണി കരിവേലിക്കൽ, സണ്ണി കാരിശ്ശേരിയിൽ, സെബാസ്റ്റ്യൻ മേടക്കൽ, ജോയി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കട്ടപ്പന കൊച്ചുതോവള ശാഖായോഗത്തിന്റെ 62ാമത് വാർഷിക പൊതുയോഗം നടന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുതോവാള SN ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത്. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, ഭരണസമിതി അംഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ഇടുക്കിക്കവല വലിയകണ്ടം റോഡിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. പാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാവുകയാണ്. കട്ടപ്പന ഇടുക്കിക്കവല ക്ഷേത്രത്തിന് പിൻഭാഗത്തുകൂടി വലിയകണ്ടം മേഖലയിലേക്കുള്ള പാതയോരത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത്. ചാക്ക് കെട്ടുകളിലാണ് മാലിന്യം ഇവിടെ തള്ളിയിരിക്കുന്നത്. ഏതാനും നാളുകളായി സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്ന പ്രധാന ഇടമായി ഇവിടെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാലിന്യ നിക്ഷേപം നടത്തിയത് ചോദ്യം ചെയ്ത ആൾക്ക് മാലിന്യ നിക്ഷേപിച്ചവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ പരിസരത്തുള്ള വീട്ടുകാരോടെല്ലാം, വ്യാപാരികളോടും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീട് കയറും ഒക്കെ പറഞ്ഞിരുന്ന കാലങ്ങളായിട്ട് പറയുന്നതാണ്, മാലിന്യം ഇങ്ങനെ കളയരുത്. ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിയിൽ ആൾക്കാർ പൈസ കൊടുത്താൽ വന്നെടുക്കുന്ന സംവിധാനം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുണ്ട്. മാലിന്യങ്ങൾ വഴിയിൽ വലിച്ചെറിയുന്നത്. പക്ഷേ നമ്മുടെ ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഫുഡ് വേസ്റ്റ് അവരെ തന്നെ സംസ്കരിക്കുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ പ്രസവാഴ്ച ഇവിടെ ഇങ്ങനെ ഈ സംഭവം നടക്കുകയും വേസ്റ്റ് കൊണ്ട് ഇവിടുത്തെ സമീപത്ത് ഒരു വീട്ടിൽ നിന്നും വേസ്റ്റ് കൊണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ഇട്ടപ്പോൾ ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ ഒരു പയ്യൻ അവരോട് പറഞ്ഞു, ഈ കാണിക്കുന്ന മോശമാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പം അവർ സംഘം ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ചു വിടുകയുണ്ടായി. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റി വേസ്റ്റ് പിടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന 8 ആളുകളുടെ അഡ്രസ്സിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ഇത്തവണ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വേസ്റ്റ്, ഈ റോഡ് വൃത്തികേടാക്കുന്ന മെയിൻ ആളുകളെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ വേസ്റ്റ് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്നാണ് നഗരസഭ അറിയിച്ചിരിക്കുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന പാതയിലാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. മഴ പെയ്യുന്നതോടെ ഇവ പ്രധാന റോഡിലേക്കും ഒലിച്ചിറങ്ങുന്നു. കട്ടപ്പന നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിൽ തന്നെ മാലിന്യ നിക്ഷേപം വ്യാപകമാവുന്നതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ വെട്ടിക്കുഴിക്കവല ജംഗ്ഷനിൽ വഴിയരികിൽ പൂത്തുളിഞ്ഞു നിൽക്കുന്ന വാഗപ്പൂക്കൾ യാത്രക്കാർക്ക് ദൃശ്യവിരുന്ന് സമ്മാനിക്കുന്നു. വാഗപൂത്തതോടെ ഇതുവഴി വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ദൃശ്യാനന്ദം കുറച്ചൊന്നുമല്ല. അഞ്ചു വർഷം മുമ്പാണ് കൃഷിഭവനിൽ നിന്നും ലഭിച്ച വാഗമരത്തിന്റെ തൈ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നട്ടുപിടിപ്പിച്ചത്. വേനൽക്കാലമാകുമ്പോൾ ഈ മരം പൂക്കുന്നതോടെ ഇവിടെ മഞ്ഞ വസന്തം ഉയരും. 50 അടിയോളം ഉയരത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളുമായി നിൽക്കുന്ന ഈ മരം ഏതൊരാളുടെയും കണ്ണും മനസ്സും നിറയ്ക്കും. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഫോട്ടോ എടുക്കുന്നതിനായി ഇവിടെ എത്തുന്നത്. അത് ഞാൻ കട്ടപ്പനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പം നല്ല രസമുണ്ട് കാണാൻ. വണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ തങ്കമണി. ഇതെല്ലാം ഇത് എടുത്തിട്ട് എന്നാ ചെയ്യാൻ? ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനും പിന്നെ നല്ല ഭംഗിയല്ലേ, ആൾക്കാരൊക്കെ കാണട്ടെ. കടുത്ത വേനലിലും പകൽ മുഴുവൻ ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഈ മരത്തിന്റെ ചുവട് ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ്. വാഗ പൂത്തതോടെ ഇതുവഴി വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് നൽകുന്ന ദൃശ്യാനന്ദം കുറച്ചൊന്നുമല്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഗാഗുൽത്താമലയിലെ കുരിശിൽ മരണം വരിച്ച യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണയ്ക്ക് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ ദൈവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ലഹരിയുടെ വ്യാപനം നാട്ടിൽ സമാധാനം തകർക്കുന്നെന്ന് ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ. അടിമാലി കുമളി ദേശീയപാത നവീകരണം പ്രധാന ടൗണുകൾക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത് 30 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത് മൂന്നാർ മറയൂർ റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും മൂന്നാർ ടൗണിലും. അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തുടർ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് താഴത്തെ കല്ലാറിൽ. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചറൽ ജോലികൾ പൂർണ്ണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.